എറണാകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരിയെ നിരന്തരമായി പീഡനത്തിനിരയായി എന്ന വാർത്തയിൽ ഞെട്ടലിലാണ് നാടും ആ കുഞ്ഞിൻ്റെ ബന്ധുക്കളുമൊക്കെ. കേൾക്കുന്നത് നടുക്കുന്ന വാർത്തയെന്നും വിശ്വസിക്കാനാകില്ല എന്നും തിരുവാണിയൂർ പഞ്ചായത്ത് അംഗം ബിന്ദു 24-നോട് പറഞ്ഞു. കുഞ്ഞ് ഇത്രയും വേദനകൾ അനുഭവിച്ചു എന്നറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ എന്നായിരുന്നു അംഗനവാടി ടീച്ചറുടെ പ്രതികരണം. അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരി പീഡനത്തിനിരയായി എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. 2 ദിവസമായി നടന്ന ചോദ്യം ചെയ്യലിൽ കുട്ടിയുടെ അച്ഛന്റെ ഇളയ സഹോദരൻ കുറ്റം സമ്മതിച്ചു. 2.5 വയസ്സ് മുതൽ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതായി പ്രതി പോലീസിന് മൊഴി നൽകി. കുട്ടിയുടെ വീട്ടിലും സ്വന്തം വീട്ടിലും വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു. രാത്രിയിൽ പ്രതിയോടൊപ്പം കുട്ടി ഉറങ്ങിയിരുന്ന സമയത്തും ലൈംഗികമായി പീഡിപ്പിച്ചതായി പ്രതി പോലീസിനോട് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ ഡോക്ടർ ലിസ ജോൺ നൽകിയ സൂചനകളാണ് കേസിൽ വഴിത്തിരിവായത്. കൊല്ലപ്പെടുന്നതിന് തലേ ദിവസവും കുട്ടി പീഡനത്തിനിരയായി. പീഡന വിവരം കുട്ടിയുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നുവെന്ന സൂചനയും പോലീസിനുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അമ്മയുടെ മൊഴി പോലീസ് ശേഖരിച്ചു വരികയാണ്. കുട്ടിയെ രക്ഷിച്ചുവെന്ന് മാത്രമാണ് അമ്മ പോലീസിനോട് പറഞ്ഞത്. സ്വകാര്യ ഭാഗങ്ങളിൽ വേദനയുണ്ടെന്ന് കുട്ടി ടീച്ചറോട് പറഞ്ഞതായി പ്രദേശവാസികൾ പോലീസിനോട് പറഞ്ഞു. മൂത്രാശയ രോഗമായിരിക്കുമെന്ന് ടീച്ചർ ബന്ധുക്കളോട് പറഞ്ഞതായാണ് വിവരം. എന്നാൽ ഒരു തരത്തിലുള്ള വേദനയും കുട്ടി തന്നോട് പങ്കുവച്ചിട്ടില്ലെന്നാണ് അങ്കണവാടി ടീച്ചറുടെ പ്രതികരണം. പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്കണവാടി ടീച്ചറെയും കസ്റ്റഡിയിലുള്ള അമ്മയെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പുത്തൻകുരിശ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പോക്സോ, ബാലനീതി നിയമം തുടങ്ങിയവ ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമ്മയാൽ കൊല ചെയ്യപ്പെട്ട 4 വയസ്സുകാരി മരിക്കുന്നതിനു മുൻപ് അച്ഛന്റെ ബന്ധുവിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ പീഡനമാണ്. പ്രതി പോലീസിന് കൊടുത്ത മൊഴിയിലെ വിവരങ്ങൾ കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ക്യാമറ പേഴ്സൺ അഭിജിത്തിനൊപ്പം റാഫി കരീം, 24 കൊച്ചി.